പോലീസ് എന്ന് കേട്ടാൽ പേടിച്ചോടുന്നവർക്ക് മുൻപിൽ നെഞ്ചുവിരിച്ചു നിന്ന് ചോദ്യം ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. സിനിമയെ വെല്ലുന്ന മാസ് എൻട്രിയുമായി മുംബൈ പോലീസിന്റെ വാഹനം തടഞ്ഞു നിർത്തിയ ആ ചുണക്കുട്ടിയാണ് റിയ അഹിർ. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട മുംബൈ ദാദറിലെ ശിവാജി പാർക്കിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വാനിൽ കയറ്റിക്കൊണ്ടുപോകുവാൻ തുടങ്ങിയപ്പോഴാണ് റിയ ഓടിയെത്തിയത്. കോരിച്ചെരിയുന്ന മഴയിൽ ചുറ്റുമുള്ളതൊന്നും നോക്കാതെ തലയിൽ തൊപ്പിയും ഹൂഡിയുമിട്ട റിയ വാനിന് മുൻപിൽ നെഞ്ചു വിരിച്ചു നിന്നു. വാഹനത്തിൽ കൈകുത്തി നിന്ന റിയ ആസാദി മുദ്രാവാക്യം മുഴക്കിയതോടെ അവിടെ ഉണ്ടായിരുന്നവർ ആവേശത്തോടെ ഏറ്റുവിളിക്കുകയും അവർക്കൊപ്പം ചേരുകയുമായിരുന്നു. ഒടുവിൽ പോലീസിന് പ്രതിഷേധക്കാരെ മോചിപ്പിക്കേണ്ടി വന്നു. വിദ്യാർത്ഥിയല്ലെങ്കിലും അവർക്കൊപ്പം നിലകൊള്ളുമെന്ന് റിയ പ്രതികരിച്ചു. റിയയുടെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതോടെ ഒട്ടേറെ പേരാണ് ഇവരെ ചുണക്കുട്ടിയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. बट वो रिस्पॉन्सिबली अपना काम नहीं कर रहे हैं. अगर वो रिस्पॉन्सिबल नहीं होंगे तो हम रिस्पॉन्सिबिलिटी लेंगे अपने सिटीजन्स की. इसलिए मैंने रोका. मैं वहाँ से चल रही थी, तब तक मुझे कॉर्नर करेंगे, ट्रैफिक में आगे नहीं जा पाएंगे. मैं यहाँ खड़ी रहूंगी, ट्रैफिक होगा तो उनको कुछ तो करना ही पड़ेगा ना. And everybody, I stopped by myself and look at this now. 2 minutes and look at this. What are your demands? What do you think should happen now? जो उन्होंने स्टूडेंट्स के, see, I'm not a student. My father is not a farmer. I'm not a farmer. दलित नहीं हूँ, OBC नहीं हूँ. बट इन्होंने जो स्टूडेंट्स के साथ किया है परसों, that is wrong. Because वो डर गए, तो now they have to show up. What they did, they have to show up. They have to own. धर्मेंद्र प्रधान ने आज ही सुबह ट्वीट किया कि राहुल गांधी is responsible and हम स्टूडेंट्स को accountability justice देना चाहते हैं. आओ दो, हम मांग रहे हैं. We cannot go there, but he can move freely. He is a free citizen. He can move. आइए, रेजिग्नेशन दीजिए. नहीं है तो आप जंतर मंतर जाके स्टूडेंट से बात करिए और उन्हें समझाइए कि क्यों हुआ, कैसे हुआ. All the people is for talk to the people, man. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. ഹലോ, മുസകായാണ്. ആരിഫ് കാ, അസ്സലാമു അലൈക്കും. അതേ, മോളെ കല്യാണത്തിന്റെ കത്ത് പെരയിൽ കൊടുത്തിക്കണേ. നിലമ്പൂരിലേക്കാ കൊണ്ടോണത്. മറക്കണ്ട. ഞാനിതേ കല്യാണ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങാണ്. അതാ ഇറങ്ങാണ്. നമ്മളെ ഹരീഷിന്റെ അമ്മയും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരില്ലാത്തൊരാഘോഷം ഞമ്മക്കില്ലല്ലോ. എന്താണ് ഹരീഷേ, എത്ര നേരമായി കാത്തിക്കണ്? ഒരുങ്ങി കിട്ടണ്ടേ? ഇനി നേരം വൈകണ്ട, പോവാ. അല്ല, എവിടേക്കാ പോണേ? ഉപ്പ പോണോടത്തെ വെറൈറ്റി കളക്ഷൻസ് ഇല്ലാണ്ട് ഞാൻ വരില്ല കേട്ടോ. അല്ല രമേച്ചി, ഈ സാരിങ്ങൾ എവിടുന്നാ മേടിച്ചേ? ഇത് ശോഭികന്ന്. ശോഭികയിൽ ഇപ്പൊ ചരിത്ര വിവാഹിന്റെ വെഡിങ് ക്യാമ്പയിൻ നടക്കല്ലേ, അതിനോടനുബന്ധിച്ച് വെറൈറ്റി കളക്ഷൻസും ഉണ്ട് അവിടെ. ആണോ? പിന്നെ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. പിന്നെ വിട്ട വണ്ടി ശോഭികക്ക്. അതെ, ശോഭിക വെഡിങ്സിലേക്ക് പെണ്ണുങ്ങളെയും കുട്ടികളെയും കുട്ടി പർച്ചേസിന് വരുന്ന ഭർത്താക്കന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ ഓരോവിടെ കൊണ്ടാക്കിയിട്ട് നിങ്ങൾ പൊയ്ക്കോളി, പണി ലീവാക്കണ്ട. ഇത് വൈകുന്നേരം വന്നാ മതി. അത്രക്ക് കാണാനും എടുക്കാറുണ്ടെന്ന് ഇവിടെ. അതെ, വീട്ടിലെ മക്കളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ? ഡ്രസ് എടുക്കാൻ നേരെ ശോഭിക വെഡിങ്സിലേക്ക് പോരിട്ടോ. ആഘോഷം ഏതും ആയിക്കോട്ടെ, ഡ്രസ് ശോഭിക്കുന്നു. നമ്മളെ മോളെ കല്യാണത്തിന്റെ എല്ലാ ഡ്രസ്സും നമ്മൾ ശോഭിക വെഡിങ്സിന് എടുത്തിക്കണം. നമ്മള് ഹാപ്പിയാ അല്ലേ? ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റ്യാടി, നിലമ്പൂർ, എടപ്പാൾ.